ബസ്സിൽ കഴിഞ്ഞാൽ ഞാൻ ബലം പിടിച്ചു കഴിഞ്ഞാൽ ഈ വശത്തൊന്നും ചെയ്തു പോയി എനിക്ക് സഹിക്കാനില്ല. പക്ഷെ ഞാൻ 2 ദിവസമായിട്ട് അത് വെരിഫൈ ചെയ്യുക, പരീക്ഷിച്ചു. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ പൂർണ്ണമായിട്ട് പോയി ഇടിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇന്ന് വിഷ്ണുമാരുടെ സമയത്ത് വിഷ്ണുമാൻ എഴുതി വെച്ചപ്പോൾ അതിലേക്കായി ഈശോയുടെ ഫേസ് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റി. പെട്ടെന്ന് മാറുകയും സാധിച്ചു. എനിക്ക് നല്ലൊരു റാങ്ക് വരുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചതാണ്. എൻട്രൻസ് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ എൻട്രൻസിൻ്റെ +2ൻ്റെ മാർക്ക് CBSE കേരള നോംസ് അനുസരിച്ച് കൂട്ടി നോക്കിയപ്പം അത് കഴിഞ്ഞ വർഷം ആ സെയിം മാർക്ക് കിട്ടിയ ആൾക്ക് 18,000 സംതിങ് റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം 7,298 റാങ്ക് എനിക്ക് കർത്താവിനെ അനുഗ്രഹിച്ചു. എൻ്റെ തലയ്ക്ക് ബ്ലഡ് കൂട്ടാവുന്ന രോഗമുണ്ട്. അതിന് ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി സൗഖ്യമായിട്ടായിരിക്കുന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് നീര് കൂടി കൈയണക്കാൻ വേദനയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആരാധന സമയത്ത് നീരൊക്കെ പറഞ്ഞ് കൈക്കൊട്ടാളായി ഇന്ന് നന്നായിട്ട്. ചേച്ചിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. 7ാം മാസം ഇവിടെ വന്ന് ഫ്രാൻസിനച്ഛൻ്റെ ധ്യാനം കൂടിയായിരുന്നു. അപ്പം പ്രസിഡന്റ് സിസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്കും ചേച്ചിയുടെ 2 അബോർഷനായി പോയതായിരുന്നു 2 മാസമായപ്പം. മാതാവിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അപ്പം ഞങ്ങളിവിടെ 7ാം മാസമായപ്പോഴത്തേക്കും ചെത്തിപ്പുഴയിലോട്ട് വരാൻ വേണ്ടി എല്ലാം എഴുതിക്കൊണ്ട് വന്നതാണ്. സിസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്കും സിസ്റ്റർ പറഞ്ഞു ചെത്തിപ്പുഴയിലോട്ട് വരണ്ട, മാതായി തന്നെ നിങ്ങൾ കാണിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പരിപാടി ഞങ്ങൾ മാതായി തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ധ്യാനത്തിന് വന്നിരുന്നപ്പോൾ എന്നോട് കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ പറഞ്ഞായിരുന്നു, ചേച്ചിയുടെ ഡെലിവറി ടൈമിൽ ഓപ്പറേഷൻ എന്ന് വല്ലതും ഡോക്ടർ പറയുകയാണെങ്കിൽ അപ്പം തന്നെ യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് ഫുൾ വായിച്ചോണം. അത് വായിച്ച് തീരുന്നതിനേക്കാൾ മുൻപ് ഡെലിവറി നടന്നോളും, ഓപ്പറേഷൻ്റെ ആവശ്യം വരത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാതായി ചെന്നു. ചേച്ചിക്ക് രാത്രി 2:30 ആയപ്പോഴത്തേക്കും പെയിൻ വന്ന് കൊണ്ടുപോയതാണ്. പക്ഷെ പെയിൻ ശക്തിപ്പെട്ടില്ല. രാവിലെ ആയിട്ടും ഫലമൊന്നുമില്ല. വന്നവരെല്ലാം പോകുന്നുണ്ട്, ചേച്ചി മാത്രം അവിടെ കിടപ്പുണ്ട്. അപ്പം 10-11 മണി ആയപ്പോഴത്തേക്കും ജയപാൽ ഡോക്ടർ പറഞ്ഞ് ഉച്ചവരെ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ തന്നെ ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ തൊട്ട് അപ്പുറം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് വായിക്കണം, ഇനി വായിച്ച് തീരുന്നതിനേക്കാൾ മുൻപ് ഡെലിവറി നടക്കും. അപ്പം ചേച്ചിക്ക് ഇപ്പം വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരം ചേച്ചിക്ക് വേണ്ടി ചേട്ടൻ എടുത്ത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനും ഞാനും ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചുറ്റുമുള്ള ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം ഫുൾ വായിച്ചു കഴിഞ്ഞു. 21-ാം അധ്യായം വരെ വായിച്ചു. അപ്പോൾ ചേട്ടൻ 19-ാമത്തെ അധ്യായം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മ പെട്ടെന്ന് ഇറങ്ങി ഡെലിവറി റൂമിൽ നിന്ന്. അപ്പം അതുവരെ മാതാ ഹോസ്പിറ്റലിൽ അങ്ങനെ ആരെയും പേരൻസിനെ ആരെയും കേട്ടത്തില്ല. അപ്പം ചേച്ചി നല്ല പേടിയായിട്ടും അപ്പം ഡോക്ടർ അമ്മയും കൂടെ കയറിക്കോളാൻ പറഞ്ഞു ധൈര്യത്തിന്. അപ്പോൾ ഞങ്ങളിങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞങ്ങൾ അകത്ത് നടക്കണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ചേട്ടൻ 19-ാമത്തെ അധ്യായപ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മ ഓടുമെന്ന് പറഞ്ഞു. ചേച്ചി പ്രസവിച്ചു കണ്ണുഞ്ഞ്. അപ്പോൾ 2009 എൻ്റെ യൂട്രസ് ഓപ്പറേഷൻ ആയിരുന്നു. യൂട്രസിനകത്ത് ക്യാൻസറാണെന്ന് പറഞ്ഞു. ആ യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞു. 2010 ജൂണിൽ വെനിയച്ചൻ്റെ ധ്യാനങ്ങളെ കൂടി. അപ്പം സിസ്റ്റർ കൗൺസിലിംഗ് പറഞ്ഞു എനിക്ക് ആ രോഗമേ ഇല്ല, ഇവരൊന്നും ചിന്തിക്കണം. ഇപ്പം 3 വർഷമായി എൻ്റെ രോഗം എൻ്റെ കർത്താവ് എടുത്ത് മാറ്റി എനിക്ക് ആ പേരേശു എന്നാണ് ധ്യാനം കൂടുന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ന് ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം, ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലത്തിന് ശേഷം ആദ്യമായാണ് എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യനാഥനെ അനുഭവത്തിൽ കുർബാന സ്വീകരിക്കാൻ പറ്റിയത്. ഇന്ന് കുർബാന തുടങ്ങിയപ്പോൾ മുതൽ ഒടുക്കം വരെയും എൻ്റെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ മുഴുവനും ആ വൈബ്രേഷൻ തിങ്ങി നിൽക്കുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായി, ഞാനിവിടെ വന്ന സമയത്ത് കുറേ നാളുകളായിട്ട് എൻ്റെ കാലിൽ നടുവ് മുതൽ കാല് വരെ ഞരമ്പിൽ കുത്തുന്ന പോലെ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നു. കുറേ നാളുകളായിട്ട് അത് എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ ആരോടും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, ട്രീറ്റ്മെൻ്റ് ഒന്നും അതിനെപ്പറ്റി എടുത്തിട്ടില്ല. ഇപ്പോൾ ധ്യാനത്തിന് വന്നിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറേ നേരം ഇരിക്കുമ്പോഴൊക്കെ ആയിരുന്നു എനിക്ക് ആ പ്രശ്നം. ഇപ്പോൾ കുറേ നേരം ഇരുന്നു ചാടിത്തുള്ളി ആരാധിച്ചു, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ ഞരമ്പിൽ ഒരു പ്രശ്നവുമില്ല. മൂന്നാമതായിട്ട്, ഞാൻ IITസിൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ആരാധിക്കാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടുത്തെ ആരാധനയെപ്പറ്റി ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 21-ാം തീയതി, അതായത് വെള്ളിയാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസത്തിൽ കുർബാനയുടെ സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് മാത്രം നന്നായിട്ടൊന്നും അറിയത്തില്ല. കാനഡയിലേക്ക് മൈഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ IELTS എക്സാം എഴുതിയത്. എക്സാമിൻ്റെ സമയത്ത് കുർബാനയുടെ സമയത്ത് ഞാൻ അവിടെ നിന്ന് മുട്ടിന്മേൽ നിന്ന്
പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു എനിക്ക് എല്ലാത്തിനും ഓവറോൾ 8 സ്കോർ കിട്ടുന്നതായിട്ട്. യേശുവെ നന്ദി. യേശുവെ സ്തോത്രം. എനിക്ക് വയറ്റിൽ മുഴയുണ്ടായിരുന്നു. ഞങ്ങൾ ഫെബ്രുവരി മാസം തൊട്ട് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ അടക്കുകയും ഒക്കെ ചെയ്യും. ഓപ്പറേഷൻ ചെയ്യാൻ സമയമാകുമ്പോൾ അവർ പറയും തൈറോയ്ഡ് കൂടുതലായതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര വയറ്റ് വേദനയായിരുന്നു. ഞാനിവിടെ വന്നിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വയറ്റ് വേദനയായിരുന്നു. അന്നേരം ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചതിന് എനിക്ക് സന്ധ്യ കിടന്ന് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഇന്നലെയാണെങ്കിൽ എനിക്ക് വേദന കൊണ്ട് ഞാൻ കസേരയിലിരുന്ന് സിസ്റ്ററുടെ തൈലം വെച്ച സമയത്ത് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദന, ഞാൻ കരഞ്ഞു പോയി. സിസ്റ്റർ എടുത്തത് സിസ്റ്റർ പറയുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടത്, നീ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ ആഹാരം പോലെ ഞാൻ കഴിക്കത്തില്ല. ഞാൻ 3 ദിവസം വരെ ഞാൻ പട്ടിണിയായി. എനിക്ക് വയറ്റ് വേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കെല്ലാം അറിയാം എനിക്ക് എൻ്റെ വേദന എന്താണെന്ന്. അതുവരെ എൻ്റെ ഗുളികകൾ കഴിച്ചാണ് ഞാൻ എൻ്റെ വേദനയ്ക്ക്. അവർ പറയുന്നത് ഓപ്പറേഷൻ ഞങ്ങൾക്ക് 17 വർഷമായിട്ട് പിള്ളേരില്ലാത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് യൂട്രസ് എടുത്ത് കളയേണ്ട കാര്യമില്ല, അതിൽ നിന്ന് മുഴ എടുക്കാനായിട്ടാണ്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയം അടുത്ത് വരുമ്പോൾ എല്ലാം ഓരോ കാരണങ്ങളാലും ഞങ്ങൾക്കത് നീങ്ങി പോകുവാണ്. എന്നോട് പറഞ്ഞ് നീ ധ്യാനം കൂടിയിട്ട് വന്ന് നീ ആശുപത്രിയിൽ പോയാൽ മതി. എന്നാലും എൻ്റെ ഈശോ എനിക്ക് എന്നുള്ള സൗഖ്യം തരണമേന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ വന്നിരുന്ന വയറ്റ് വേദനയായിട്ട് ഞാൻ കരഞ്ഞ് എനിക്ക് എന്നാ നിർത്തില്ല. എനിക്ക് ഇന്നലെ മുതൽ എൻ്റെ ഈശോനെ അതുപോലെ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. കാരണം എൻ്റെ ഭർത്താവ് ഒരു ചെറിയ ടെൻഷൻ ചെറുതായിട്ട്. അപ്പോൾ അത് രാവിലെ ഒരു ചെറിയ ടെൻഷൻ തോന്നി, കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. ഇപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ വലിയ വിഷമം. ക്ലാസ് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പച്ചൻ പറഞ്ഞു ഭക്ഷണം പോകുന്നുണ്ട് കയ്യിലിട്ടും കൊണ്ട് ചേച്ചി ഒരു അഭിഷേകം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചെനിക്ക് തൈലം നെറ്റിയിൽ പുരട്ടി. അതിനുശേഷം ഞാൻ കൂട്ടത്തിൽ തിരിഞ്ഞു എനിക്ക് ആ പ്രശ്നം മാറി. ഞാൻ ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ച വരെ നന്നായിട്ട് ധ്യാനത്തിനോട് ആരംഭിച്ചിട്ട് ധ്യാനമൊക്കെ തുടങ്ങി. ഞാൻ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമായപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഒരു 8 വർഷത്തോളമായിട്ട് എൻ്റെ 2 ചെവിക്കും കേൾവിക്ക് കുറവ് വന്നു. മുമ്പുണ്ടായിരുന്നതാണ്, കേൾവി കുറവ് വന്നു. 2 ചെവിക്ക് കുറവ് വന്നു. അതിൽ മുമ്പൊരു ധ്യാനം കൂടി, ആ ധ്യാനത്തിൽ എനിക്ക് ഒരു ചെവിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി. എനിക്ക് പ്രത്യേകമായിട്ടൊരു അനുഭവം ഈശോ അത് കാണിച്ചു തന്നു. ഇവിടെ ധ്യാനത്തിനിടയിൽ വെച്ച് തന്നെ എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ ഞാനത് സാക്ഷ്യപ്പെടുത്തിയില്ല. ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ ധ്യാനത്തിൽ വെച്ചിട്ട് എൻ്റെ മറ്റു ചെവിയും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അനുഭവമുണ്ട്. സൂര്യകോട് അവിടെ നിന്നാണ് പറഞ്ഞത്. എനിക്ക് ഇടത് ഷോൾഡറും എൻ്റെ ദേഹവും ഫുള്ള് ഒത്തിരി ഊറലായിട്ട് വന്നു. ഈ ഷോൾഡറിന് എനിക്ക് ഒത്തിരി കളക്കാറ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത മാതിരി ഇരുന്നു. പക്ഷെ ഞാൻ ഈ ധ്യാനത്തിൽ കൂടി ഒത്തിരി പ്രയർ ചെയ്ത് ഇപ്പോഴെനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ ഉടമ്പ് ഫുള്ള് ഊറലായിട്ട് വന്നു. അതും ശരി. ഇന്നലെ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ സീറ്റ് കിട്ടിയില്ല. ഞാൻ ബാക്കിലായിരുന്നു. സിസ്റ്ററെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത കൂട്ടത്തിൽ കുറേ ആൾക്കാർ അങ്കിലും വേറെ 2-3 പേര് എന്നെ വിളിച്ചിട്ട് സിസ്റ്ററെ കാണാൻ പോകും, സിസ്റ്റർ ഇപ്പോൾ കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ മനസ്സിൽ പോകണ്ടെന്ന് തോന്നി. ഞാൻ പോവാതെ ആ പാട്ടിൽ ഏറ്റവും ലാസ്റ്റ് ചേച്ചിയുടെ എടുത്തുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ധ്യാനം തുടങ്ങിയതിന് കുറേ നാളുകൾക്ക് മുമ്പ് മുതലേ രാവിലെ നേരം പോസ്റ്റ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പോസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് വൈകിട്ട് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കുറേയേറെ വെള്ളം കുടിച്ചായിരുന്നു. ചാടി സ്തുതിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഒത്തിരി എനിക്ക് അറിയാം ഒരുപാട് ചാടി സ്തുതിച്ച സമയത്ത് എൻ്റെ അതിൻ്റെ വലത്ത് വെച്ചായിട്ട് മുളുക്ക് വീഴും. എന്നിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറയുക, നീ ചാടരുത്, എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നിട്ട് ആരോ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഇപ്പോഴത്തെ ഈ ഉള്ളിൽ ഇപ്പം മാറും എൻ്റെ മനസ്സിൽ തന്നെ. അപ്പം എൻ്റെ അടുത്തൂടെ യേശു നടന്നു പോയിട്ട് പറയുക, നീ ആണെങ്കിൽ ചാട് അവൻ പറഞ്ഞു നീ കേൾക്കരുത്, ചാടിപ്പം. ഞാൻ എടുത്ത് ചാടി സ്തുതിച്ചു. എന്നിട്ട് എൻ്റെ മനസ്സിൽ പിന്നെ തോന്നിക്കാൻ എൻ്റെ വലത്ത് കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ചാടാൻ ഒന്നും പറ്റില്ല, അനങ്ങാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഏറ്റവും നല്ലതായിട്ട് ചാടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആ വർഗ്ഗമേ ഞാൻ എൻ്റെ വശത്ത് വെച്ചിട്ട് ഞാൻ അറിഞ്ഞുപോലുമില്ല. കുറച്ച് എനിക്ക് കണ്ണു തുറന്നു നോക്കിയിട്ട് അങ്ങനെ വേദനയെ അതിൻ്റെ കാര്യം എനിക്കിതുവരെ ഒത്തിരി പ്രാർത്ഥനകൾ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ അങ്കിൾ ചോദിച്ചെൻ്റെ അടുത്ത് നീ ഇങ്ങനെ എത്ര പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? കുറേ പ്രാർത്ഥനകൾക്ക് പോയിട്ട് ഞാൻ അങ്ങനെ എനിക്ക് ബൈബിൾ പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല.
അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, എനിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും ഒന്ന് നോക്കിക്കളയാം. ഞാൻ കണ്ണടച്ച് കുറേ നേരം ആരാധിച്ച് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്ന് നോക്കിയിട്ട് ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വർഷങ്ങൾ എനിക്ക് കിട്ടിയതായിട്ട് 2-3 കാര്യങ്ങൾ, ഒരു കാര്യത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, 2-3 കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമതായിട്ട് ഇന്നലെ ഞാൻ രോഗസൗഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞ സെയിം സമയത്ത് തന്നെ അവിടെ നിന്നിട്ട് യേശു എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, നീ ഇവിടെയല്ല യേശു ഇരിക്കുന്നത്, നീ ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ മതി. അതായത് അവിടുന്ന് നോക്കുവാണെങ്കിൽ ആ ചേച്ചി ഇരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ചേച്ചി ഇരിക്കുന്ന ആ ദിശയിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് ഒരാൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കും, എൻ്റെ വശത്ത് യേശു ഉണ്ടെങ്കിൽ ഞാൻ ആ വശത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ വലത്ത് സൈഡിലൊന്നും യേശു ഇല്ലല്ലോ, എപ്പോഴും വലത്ത് സൈഡിൽ യേശു ഇല്ലല്ലോ, പിന്നെ നീ ഇതിനെ വലത്തോട്ട് തിരിയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പം ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് കാണിച്ചു തരണേ, എന്തുവാണെങ്കിലും നീ കാണിച്ചു തരണേ. പിന്നെ എൻ്റെ മനസ്സിൽ പറയാം, നീ തിരിയരുത്, ഇവിടെ യേശുവിൻ്റെ രൂപം ഇരിക്കും, നീ ഇങ്ങോട്ട് നോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും, ഇങ്ങോട്ടായിരിക്കും നോക്കണ്ടേ. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കിക്കാൻ ഈ രൂപത്തിൽ നോക്കിക്കാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് കുറേ ആത്മാവ് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ബോധിപ്പിച്ചു തന്നു. ഞാൻ കുറേ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കണ്ണു തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വലത് സൈഡ് തിരിഞ്ഞു വയ്ക്കുന്നു. ഞാൻ പോലും അറിയാതെ ഞാൻ ആ വലത് സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. അതാണ് യേശുവിൻ്റെ അത്ഭുതം. അത് പറയാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ വേദന മാറി. ഹല്ലേലൂയ. എൻ്റെ പേര് ജെയിംസ്, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. മനസ്സിന് ഒരുപാട് ഭാരവും വേദനയുമായിട്ടാണ് ഇവിടെ വന്ന് കയറിയത്. ഇവിടുത്തെ സുരിപ്പിൻ്റെ സമയത്ത് മാലാഖമാരോട് ഒത്തുചേർന്ന് സ്വർഗീയ നൃത്തം കളിക്കുവാൻ എനിക്ക് സാധിച്ചു. കൊല്ലത്ത് ഡാൻസിങ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പിലെ അംഗമാണ് ഞാൻ. വേറെ ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്ര മാലാഖമാരുമായി സ്വർഗത്തിൽ ഇത്ര വൃത്തിയായി എനിക്ക് ഡാൻസ് കളിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഞാൻ മതിമറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. കൂടാതെ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു രഹസ്യം പോലും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കുന്ന ഞാൻ 53 മണിജപം പൂർണ്ണമായി ഈ മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് ആ മണലിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ആദ്യം മുട്ടുകുത്തി എനിക്ക് വേദന ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ച്, നീ പൂർണ്ണമായും ശക്തിയെ പ്രാപിച്ച് പ്രാർത്ഥിക്കുക, ഈ ജപമാല തീരുമ്പോൾ നിനക്കിതിൽ ഇരട്ടി ഊർജ്ജം നിനക്ക് കിട്ടിയിരിക്കും. ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. കൂടുതൽ ഊർജ്ജത്തോടെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹവും എനിക്ക് കിട്ടി. മാതാവിൻ്റെ 2 വരി ഗാനം കൂടെ ആലപിച്ചിട്ട് ഞാൻ സാക്ഷി അവസാനിപ്പിക്കാം. അമ്മേന്നു ഞാനുള്ളിൽ വിളിക്കുമ്പോൾ മറുവിളി മകനേ എന്നോതുമമ്മ. അമ്മ